ഹലോ ഗൈസ്, ജോബ്സ് അലേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. എലിജിബിലിറ്റി പറയുന്നത് ഇന്ത്യൻ ആവണമെന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 20 to 27 വയസ്സ് വരെയാണ്. ഡേറ്റും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. ഫൈനൽ ഇയർ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഏതൊക്കെ സ്ട്രീമാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിവിലുണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, അതിൻ്റെ വേരിയസ് സ്ട്രീംസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കണം. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ബാക്കി മിസ്ലേനിയസ് ആയിട്ടുള്ള കുറേ സ്ട്രീംസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ദ ആപ്ലിക്കേഷനാണ്. നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് SSB ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ മെഡിക്കൽ വരുന്നുണ്ട്. ആ പ്രോസസ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് കമ്മീഷനാണ്. ഓക്കെ, ട്രെയിനിങ് പീരീഡ് 12 months ആണ് വരുന്നത്. ട്രെയിനിങ് പീരീഡ് വിത്ത് സ്റ്റൈഫൻ്റ് ആണ്. സ്റ്റൈഫൻ്റ് വരുമ്പോൾ 56,100 വരും. പിന്നെ 54% DA വരും. DA എന്ന് പറയുന്നത് ഈ ബേസിക് പേയുടെ 54%. അപ്പോൾ കൂടുമ്പോൾ എന്താണെങ്കിലും 80,000 രൂപ മുകളിൽ വരും നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് തന്നെ ശമ്പളം. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ആദ്യം ലെഫ്റ്റനൻ്റ് ആയിട്ട് കയറി, പിന്നെ ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, അങ്ങനെ പോകുന്നു. അപ്പോൾ ലെഫ്റ്റനൻ്റ് ആയിട്ട് നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് 56,100 ആണ്. അതിൻ്റെ കൂടെ തന്നെ മിലിറ്ററി സർവീസ് പേ വരുന്നുണ്ട് 15,500. പിന്നെ HRA വരുന്നുണ്ട്, DA വരുന്നുണ്ട്, പിന്നെ ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏത് സ്ഥലത്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ഉള്ളത് റിസ്ക് അലവൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും 1,00,000 രൂപയ്ക്ക് പുറത്ത് വരും. 1.25 ലക്ഷം രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പം സെൻട്രൽ ഗവൺമെൻറ് പേ കമ്മീഷൻ റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനേക്കാളും ശമ്പളം കൂടും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വരുന്ന അലവൻസ് എന്നൊക്കെ പറയുന്നത് യൂണിഫോം അലവൻസ് ഒരു വർഷം 25,000 രൂപയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിൽഡ്രൻസിൻ്റെ എഡ്യൂക്കേഷനുള്ള അലവൻസ് വരുന്നുണ്ട്, അവരുടെ ഹോസ്റ്റലിനുള്ള സബ്സിഡീസ്, പിന്നെ ഇൻഷുറൻസ് സ്കീമുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ജോലിയാണ്, ലൈഫ് സെറ്റിലാവും. അപ്ലൈ ചെയ്യേണ്ടത് www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ്. ഇതിൻ്റെ ഡേറ്റ്സ് വരുന്നത് ആപ്ലിക്കേഷൻ 30th April തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. 29th May വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക.